വാർത്തയിലേക്ക് ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കോടതിയിലെ തുടർ നടപടികൾക്കുള്ള സ്റ്റേ നീട്ടി. ഹൈക്കോടതിയാണ് സ്റ്റേ നീട്ടിയത്. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നീക്കാൻ ഉടൻ ഹർജി നൽകുമെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എന്താണ് കോടതിയുടെ ഇടപെടൽ? MR അജിത് കുമാറിന്റെ ഹർജി പരിഗണിച്ച് അതിൽ നടപടിക്രമങ്ങൾ കൃത്യമായ വീഴ്ചയുണ്ടെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരുന്ന സാഹചര്യത്തിലാണ് തുടർ നടപടികൾ. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ എല്ലാ നടപടികളും താൽക്കാലികമായി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നത്. ഇന്നിപ്പോ ഈ കേസ് പരിഗണിച്ചൊരു സാഹചര്യത്തിലാണ് മറ്റു വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഹർജി വരാനുണ്ട്. ഒപ്പം തന്നെ PV അൻവർ, മുൻ MLA കൂടിയായിട്ടുള്ള PV അൻവർ ഈ വിഷയത്തിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളൊക്കെ വരാനുണ്ട്. ആ സാഹചര്യത്തിലാണ് മറ്റൊരു ദിവസത്തേക്ക് ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് മാറ്റിയിരിക്കുന്നത്. അതുവരേക്ക് ഈ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത നടപടി നീട്ടുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണയും സർക്കാർ അറിയിച്ചിരുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെടെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അത് നീക്കം ചെയ്യാൻ ഒരു ക്രിമിനൽ MC ഫയൽ ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും അത് ഇന്ന് ആ കാര്യം വളരെ വേഗത്തിൽ തന്നെ അത് ഫയൽ ചെയ്യുമെന്ന് സർക്കാർ കോടതി അറിയിച്ചു. എന്തായാലും അത് ഫയൽ ചെയ്തോളൂ എന്ന് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മറ്റൊരു ദിവസത്തേക്ക് കൂടി ഈ കേസ് പരിഗണിക്കുന്നത് വരെ തുടർ നടപടികൾ അതിനുള്ള സ്റ്റേ ഹൈക്കോടതി നീട്ടിയിരിക്കുന്നു. ദിവ്യ.